ആ ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട 2 പേരാണ് നമുക്കൊപ്പമുള്ളത്. ഒന്ന് ശ്രീ വേലായുധനും ഒപ്പം തന്നെ ശ്രീ വത്സലയും. ഇവർ 2 പേരും ഇന്നലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവിടെ ജോലി ചെയ്യുന്നവരാണ്. ഇന്നലെ ആ സ്ഫോടനം നടക്കുമ്പോൾ, ആ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് ചേച്ചി അവിടെ സംഭവിച്ചത്? ഞങ്ങളങ്ങനെ അവിടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു പൊട്ട് കേട്ടു, വലിയൊരു ശബ്ദം. അത് പൊട്ടി കഴിയുമ്പോഴേക്കും ആകെ പൊടിയും പുകയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ഓടിട്ട് വീടിൻ്റെ അടുത്താണ് അങ്ങനെ ഇരിക്കുന്നത്. ഒരു കുടില് പോലെ സാധനമാണ്. അപ്പോൾ ഓടൊക്കെ ഇങ്ങനെ മറിഞ്ഞ് വീണ് കാണാണ്ട്. അപ്പോൾ പിന്നെ അവിടുന്ന് പെട്ടെന്ന് എനിക്ക് ഓടി. ധാരാളം സാധനങ്ങളൊക്കെ അപ്പുറത്തുള്ളതല്ലേ, ഒക്കെ കൂട്ടത്തി പിടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞങ്ങൾ ഇരിക്കുന്ന പെരയിലും മരുന്നുകളൊക്കെ അരിക്കാനൊക്കെ കൊടുന്ന് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൊട്ട് കയറ്റി വഴിക്ക് ഞങ്ങൾ എനിക്ക് ഓടി അവിടുന്ന്. പിന്നെ എത്ര ഷെഡുകൾ ഉണ്ടായിരുന്നു? 4-5 അവിടെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പം കുറച്ചങ്ങനെ അകലത്തിൽ, അല്ലാണ്ട് തൊട്ട് വീട് വയ്ക്കാൻ പാടില്ല. ഓരോ സാധനങ്ങളൊക്കെ അതിൽ കൊണ്ടുവയ്ക്കാനും പലതരം മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ തരം മരുന്ന് ഓരോ ഷെഡിലും വെക്കണം, എല്ലാം കൂട്ടി വയ്ക്കാൻ പറ്റില്ല. ചേച്ചി ജോലി ചെയ്യുമ്പോൾ ചേച്ചിയുടെ കൂടെ എത്ര പേരുണ്ട്? എൻ്റെ അടുത്ത് ഒരു ചേട്ടൻ ഇരുന്നിരുന്നു, പിന്നെ ഇപ്പുറത്ത് ഒരു 4-5 ആൾക്കാരും ഇരുന്നിരുന്നു. പിന്നെ ഈ പെരയിൽ ആൾക്കാർ ആ മരുന്ന് അരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണോ എനിക്ക് ഓടിയെന്ന് എനിക്കറിയില്ല. അവിടെ പണിതേർന്ന 2 ആൾക്കാരെ ഞാൻ ഓടിയപ്പോൾ ഞാൻ അവിടെ കണ്ടു. കൃത്യമായിട്ട് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു. ആ വഴി കുറച്ചുള്ള കാരണം പെട്ടെന്ന് അങ്ങനെ ഓടി രക്ഷപ്പെട്ടു. ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇവിടുന്നായിരുന്നു ഈ ആദ്യം സ്ഫോടനം ഉണ്ടാവും? ആദ്യം ഒരു കിഴക്കേ ഭാഗത്താണ് ഈ സാധനങ്ങളൊക്കെ ഇരുന്ന് പണിയുന്നത്. അവിടെ നിന്നാണ് പൊട്ട് കേട്ടത്. ഞങ്ങൾ കുറച്ച് പടിഞ്ഞാട്ടേക്ക് നീങ്ങിയിട്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് പൊട്ട് കേട്ടത്. ഒരെണ്ണം പൊട്ടിയപ്പോൾ വലിയ ശബ്ദമാണ്. പിന്നെ ഒന്നുകൂടിയും പൊട്ടി. അപ്പോൾ ഈ പൊട്ട് കേട്ട വഴിക്ക് ഞങ്ങൾ എനിക്ക് ഓടി. പിന്നെ ഇപ്പോൾ ആരെയും നോക്കാനൊന്നും നോക്കൂല. ആകെ പുകയും പൊടികളും എല്ലാം ആയി. എത്ര പേര് ഈ സാധാരണ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവിടെ? കൃത്യമായിട്ട് ഇപ്പം 40 ആളെന്ന് പറഞ്ഞല്ലോ. അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത്രയും ആൾക്കാർ അങ്ങനെ ഇരുന്ന് പണിയുണ്ടായിരുന്നു. 40 പേര് പരിചയമുള്ളവരാണോ? കുറച്ച് ആൾക്കാരെന്നൊക്കെ അറിയും, പക്ഷെ നമ്മളെല്ലാവരെയും എപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുള്ള മുഖപരിചയമില്ല. ഇപ്പോൾ കുറച്ച് ആൾക്കാർ പുതിയതായിട്ട് ഈ തൃശ്ശൂർ പൂരത്തിന് പണി കാരണം വന്നിട്ടുണ്ട്. അവരൊന്നും മുഖം ശരിക്കും നമുക്കറിയണില്ല. ഞാൻ ആകെ 2 വർഷം, 1 വർഷം പോയിട്ട് പിന്നെ 2 വർഷം പോയില്ല. പിന്നെ ഇപ്പോഴാണ് ആദ്യമായിട്ട് പോയത്. 2-3 മാസമായി, ജനുവരിയിലോട്ട് ഞാൻ പോയി തുടങ്ങിയതാ. അങ്ങനെ സ്ഥിരമായി ജോലിക്ക് ഇപ്പോൾ 2-3 മാസമായിട്ട് പോകുന്നുണ്ട്. രാവിലെ ഇവിടുന്ന് ഞങ്ങൾ 8 മണിക്ക് പോവും. പിന്നെ 5 മണിയൊക്കെ കഴിയും പണി മാറ്റി വരുമ്പോൾ. ഇപ്പോൾ തിരക്കായ കാരണം 5 മണിയൊക്കെ കഴിയും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടോ? പുറത്തേക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ അവിടേക്ക് തന്നെ ഭക്ഷണം കൊണ്ടുവരിക. അപ്പോൾ അവിടെ നിന്നിട്ട് എല്ലാവരും കഴിച്ചത്. പലരും പുറത്തേക്ക് പോവില്ല, ഭക്ഷണമൊക്കെ അങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കും. പിന്നെ കഴിച്ച ഉടനെ പിന്നെ പണിയെടുക്കാൻ. നിങ്ങളുടെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു? ചേച്ചി ഉണ്ടായിരുന്നു, അതിനുണ്ടായിരുന്നു. ചേച്ചിക്ക് വേറെ പണി, എനിക്ക് വേറെ പണിയായിരുന്നു. തൊട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ചേച്ചി പുറത്ത് ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് പണി. അവർ നൂലിങ്ങനെ പരത്തി ഇടുക എന്ന് പറയും. പടക്കത്തിൻ്റെ തിരിയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിനുള്ളത് അവളിങ്ങനെ ഈ മരുന്നിൽ മുക്കിയിട്ട് ഒരു ചേട്ടൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളതൊക്കെ വേർപ്പെടുത്തിയിട്ട് നീളനെ വെക്കണം, അല്ലെങ്കിൽ മടക്കി വെച്ചാൽ നമുക്ക് അത് പൊട്ടും തിരി. അപ്പോൾ ഈ നീളനെ വെച്ചിട്ട് നമ്മൾ പടക്കത്തിനൊക്കെ കുറേശ്ശെ അതിൻ്റെ നീളത്തിന് അരിഞ്ഞെടുക്കുക. പിന്നെ വേറെ വലിയ ഇത്രേശ പോകുന്ന തിരികൾ ഇങ്ങനെ മടക്കി വയ്ക്കും, വലിയ സാധനങ്ങൾക്കൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ഈ ഇൻസുലേഷൻ ടൈപ്പ് കൊണ്ടൊക്കെ അതിനെ ഒട്ടിക്കണ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനത്തെ തിരികൾ അവരുണ്ടാക്കുമായിരുന്നു. അപ്പോൾ ആ നനച്ചിട്ട സമയത്ത് നനച്ചിട്ട തിരി കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ അവിടെ ഉള്ളവർ എനിക്ക് നിൽക്കുമായിരുന്നു അത്ര. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എനിക്കാനും പറ്റില്ല. എൻ്റെ ചേച്ചി കുറച്ച് വയ്യാത്താണേ. അപ്പോൾ കാലുവേദനയൊക്കെ ഉള്ള ആളപ്പോൾ പെട്ടെന്ന് ഓടി എനിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആൾ പറയണത് ഞാൻ എഴുന്നേറ്റ് നിന്ന കാരണം എനിക്ക് കുറച്ച് ഓടാൻ പറ്റിയെന്നാണ് പറയണത്. ഇങ്ങനെ തീപിടുത്തമൊക്കെ ഉണ്ടാവുന്നതല്ല, അവിടെ തീയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? സ്റ്റൗവോ അല്ലെങ്കിൽ തീ ഉണ്ടാക്കുന്ന അങ്ങനെ ഒന്നുമില്ല. ബീഡി വലിക്കാനൊക്കെ ആണുങ്ങൾ കുറേ വഴിയാലൊക്കെ പോവുക. ബീഡിയും തീപ്പെട്ടിയൊക്കെ അവിടെ വെക്കും, ഇങ്ങോട്ട് ഒന്നും കൊണ്ടുപോയില്ല. ഒന്നുമില്ല, കറണ്ട് മാത്രമേ അവിടെ ഉള്ളൂ. അല്ലാണ്ട് വേറൊരു ഒന്നുമില്ല അവിടെ. അങ്ങനെ ഒന്നും ചെയ്യണില്ല. ചായ ഒന്നും വെക്കാൻ അവിടെ പാടില്ല പറഞ്ഞിട്ട് എല്ലായിടത്തും പെരകളല്ലേ, മരുന്നുകളിരിക്കല്ലേ. അപ്പോൾ അത് കാരണം അതൊന്നും കൂടി. ശാന്തകുമാർ, ഇന്നലെ ഈ അപകടം ഉണ്ടായ സമയത്ത് നിങ്ങളോടൊപ്പമുള്ള വേലായുധന്റെ മരുമകൻ അവിടെ, അദ്ദേഹം വളരെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. കാരണം ഫോൺ വിളിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അദ്ദേഹത്തിന്റെ അനുഭവം കൂടി, എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, എന്താണ് അവിടെ നിന്ന് സംഭവിച്ചതെന്ന് കൂടി അറിയാം. അപകടം പിടിച്ച മരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഇല്ല അവിടെ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ ഒരു ചെറിയ മണൽത്തരി നമ്മൾ കൂട്ടി വരസിയ കത്തുന്നാ പറയണത്. ഇപ്പോൾ അങ്ങനത്തെ മരുന്നൊന്നും ഇല്ല എന്ന് പറയണവര്. വരാൻ ചേട്ടാ, ഇന്നലെ കാണാനില്ല എന്ന് പറഞ്ഞ് ആരെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അവരെ കണ്ടെത്തിയോ? എൻ്റെ പെങ്ങളുടെ മോനാ. എൻ്റെ വന്നവൻ
ആൾ വന്നു കെട്ടിപ്പിടിച്ച് കറഞ്ഞിട്ടൊക്കെ പോയി. എന്തായിരുന്നു വേലാഞ്ചേട്ടൻ അവിടെ എന്താ ചെയ്തിരുന്നത് ജോലി ചെയ്തിരുന്നത്? ഞങ്ങളൊക്കെ ഇരുന്നിട്ട് തിരി മറ്റേ കരിന്തിരി ഉണ്ടാക്കുക. അപ്പോൾ ആ നേരത്ത് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് കുറച്ചുകൂടി പണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പോരാൻ വീട്ടിലേക്ക്. അപ്പം ഞാൻ നല്ല നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ പെരുന്നാളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെ അയൽക്കത്തുള്ള പിള്ളേരൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ട് ക്ഷണിതുണ്ടായിരുന്നു. അപ്പം ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് 3 മണിയാകുമ്പോൾ ചായ കൊണ്ടുവരുമ്പോൾ പോരാം എന്നുള്ള കാര്യം ആലോചിച്ചിരിക്കുന്നത്. അപ്പം തന്നെ ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടായി. വേലാഞ്ചേട്ടൻ എത്ര കാലമായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 2 കൊല്ലമായിട്ടുള്ളൂ. പിന്നെ അതിനിപ്പോൾ പിന്നെ അച്ഛനുള്ളപ്പോൾ ഒക്കെ എല്ലാ കൊല്ലം പോകാറുണ്ട്. സജീഷിൻ്റെ അച്ഛനുള്ളപ്പോൾ. എന്തൊക്കെയായിരുന്നു അവിടെ തയ്യാറാക്കിയിരുന്നു? ഒക്കെ ഈ തൃശ്ശൂർക്കുള്ള തന്നെ? തൃശ്ശൂർക്ക് സേമനുള്ളത്, കുഴിമില്ല്, ഡൈന, പിന്നെ അമുട്ട്, അങ്ങനെയുള്ളതൊക്കെ തയ്യാറാക്കിയായിരുന്നു. അതെല്ലാം ഇന്നലെ പൊട്ടിത്തെറിച്ചു. ഒക്കെ പോയിണ്ടാവും. ഒന്നും ഉണ്ടാവില്ല അവിടെ. തകിട് പൊട്ടിയുണ്ടാവും. ഞങ്ങൾ ഇത് കൂടാണ്ട് ഇതിനാവശ്യമുള്ള കരിമരുന്നുകൾ ഓൾറെഡി അവിടെ ഉണ്ടാവില്ലേ? കുറേ ഉണ്ടായിരുന്നു. ഒക്കെ കത്തി ഉണ്ടാവും. ഈ പൊട്ടിത്തെറിച്ചത് മുഴുവൻ ഈ തൃശ്ശൂർക്ക് വേണ്ടി, പൂരത്തിന് വേണ്ടിയുള്ളതായിരുന്നു. തൃശ്ശൂർക്കും മറ്റേ ഇവിടെ പള്ളിയിലെ പെരുന്നാൾക്ക് ലേശം കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു. ഒക്കെ തകിട് പൊട്ടിയായി. ആ സമയത്ത് എങ്ങനെ ഓടി രക്ഷപ്പെടാൻ പറ്റിയത്? ഈ സൗണ്ട് നടപ്പന്തിയിൽ ഡൈന നിറച്ചായിരുന്നല്ലോ. അവിടുന്ന് ഒരു കുഴിമില്ലാണ്ട് പൊട്ടി സൗണ്ട് കേട്ടപ്പോൾ പിന്നെ മണികണി നോക്കില്ലേ. ഞങ്ങളുടെ തിരുമുക്കിലൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വിട്ടു. നേരെ മണികണി നോക്കാൻ പോയില്ല. ചെരുപ്പൊക്കെ കാലിന്ന് ഒരു തൂർക്ക് കഴിഞ്ഞു. 3 ദിവസമായിട്ടുള്ള ചെരുപ്പ് എടുത്തിട്ട് അതൊക്കെ ഇപ്പോൾ കോട്ടയം വെച്ചു. ഈ അപകടത്തിൽ പറ്റിയ ആളുകളെയൊക്കെ പരിചയമുണ്ടോ? കുറേ ആൾക്കാരൊക്കെ പരിചയമുണ്ട്. എത്ര പേരുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടില്ല? കറക്റ്റ് പറയാൻ പറ്റില്ല. സാധാരണ എത്ര പേര് ജോലി ചെയ്യാറുണ്ട്? ചിലപ്പോൾ 30 ആളുണ്ടാവും, ചിലപ്പോൾ 35 ആളുണ്ടാവും. തൃശ്ശൂരും വരുന്നുണ്ടല്ലോ പണിക്ക്. പിന്നെ ചിലവർ ലീവിന് വീട്ടിൽ പോകും, അല്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് വീട്ടിൽ പോകും. അങ്ങനെയൊക്കെയാണ്. കാണാൻ വരുന്നവരുണ്ടോ അവിടെ? കാണാൻ വരുന്നവർ ഇത്തിരി കുറവ് തന്നെ വരാറുള്ളൂ. കയറി വരെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റിയ ആൾക്കാരന് ഈ മാത്രമേ അങ്ങോട്ട് കയറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അപകടം പിടിച്ച പണിയല്ലേ. അപ്പോൾ അത് കാരണം എല്ലാവരും ഒന്നും കയറ്റില്ല. ഈ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാവാൻ എന്താണ്, ഒരു തീ ഉണ്ടാവാൻ എന്തെങ്കിലും സാധ്യതകൾ എന്താന്ന് അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അന്തരീക്ഷം ഇപ്പോൾ അങ്ങനെയല്ല. അല്ല, സാധാരണ അവിടെ അതിന് മാത്രമുള്ള ഇല്ലില്ല. തീൻ്റെ ഒരു ലാഞ്ചിനില്ല. ചൂടിൻ്റെ ആവും എന്നാണ് വിചാരിക്കുന്നത്. ഇത് ഉറപ്പിക്കാനുള്ളത് അതിനെയുള്ളൂ. വേറൊരു മറ്റുള്ളൊരു ഇതൊന്നും ഇല്ല അവിടെ. അതിനാണ് രുചിഷ വലിയ ഒരു രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവം തന്നെയാണ്. കാരണം അത്ര വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ആ 2 പേരും രക്ഷപ്പെട്ടത്. ഒന്ന്, ഈ വത്സേച്ചിയുടെ സഹോദരിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരിപ്പോൾ ആശുപത്രിയിൽ പോയിരിക്കുകയാണ് ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അല്പസമയത്ത് തന്നെ ഇവിടെ എത്തും. അങ്ങനെ അവർ ഒരു ചെറിയ സ്ഫോടനം കേട്ടപ്പോൾ തന്നെ അവർക്ക് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവൻ നിലനിൽക്കുന്നത് എന്നുള്ള യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ പരിക്ക് പറ്റിയവർ എത്ര പേരുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ഈ ജോലി ചെയ്യുന്നവർക്കും അത് പറയാൻ കഴിയില്ല. കാരണം ഓരോ ദിവസം എത്ര പേർ വരുന്നു എന്നുള്ളത് എല്ലാവരും പരസ്പരം അറിയുന്ന ഒരു കാര്യമല്ല. അത് അതിൻ്റെ ഉടമയ്ക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ആരൊക്കെ ആയിരുന്നു, അതിൽ ആരൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഇനിയും വ്യക്തമാവേണ്ടതുണ്ട്.